ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് കൊച്ചിയിലെ വളരെ പഴയ കാലം മുതലേ ഉണ്ടാക്കി വരുന്ന ഒരു ഇറച്ചിച്ചോറ് ആണ് ഇവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. കൊച്ചിയിലുള്ള എല്ലാവർക്കും തന്നെ ഇത് രുചിച്ചറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ഇറച്ചിച്ചോറ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ശരിക്കും ഇറച്ചിച്ചോറിന് ബീഫാണ് ഉപയോഗിക്കേണ്ടത്. എൻ്റെ അടുത്ത് ഇവിടെ ബീഫ് നല്ലത് കിട്ടാത്തത് കൊണ്ട്, ഞാൻ സൗദിയിലാണല്ലോ, അപ്പോൾ നല്ലത് എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് ഞാനിവിടെ മട്ടൻ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. മട്ടൻ ആണ് അതിന് വേണ്ടത്. പുഴുക്കലരിയാണ്. പുഴുക്കലരി ഇവിടെ എടുത്തിരിക്കുന്ന പൊന്നി റൈസാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. കുറച്ച് നീളമുള്ള ടൈപ്പ് ബോയിൽഡ് റൈസ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ 1 കിലോയിൽ താഴെ മട്ടനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിനാദ്യം മസാലയാക്കണം. അതിനുള്ള സവാള, ഉള്ളിയും ഞാൻ ഈ ഒരു കളർ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് ഞാനൊന്ന് എയർ ഫ്രൈ ചെയ്തതാണ് വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഉണ്ടാക്കിയാൽ വളരെ എളുപ്പമാണിത്. അപ്പോൾ അതിന് വേണ്ട വലിയ സവാള ഒരു 2 എണ്ണമാണ് ഇവിടെ എയർ ഫ്രൈയിൽ പകുതി വഴറ്റി വെച്ചിരിക്കുന്നത്. ബാക്കി ഞാനിനി അടുപ്പിൽ വെച്ച് കാണിക്കും. 15-18 ഉള്ളി, 6 പച്ചമുളക്. നിങ്ങളുടെ എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 6 ചെറിയ പച്ചമുളകാണ്. കാരണം മസാലയിൽ മുളക് പൊടിയും ചേരുന്നുണ്ട്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. മല്ലിയില ഓപ്ഷണലാണ്. എനിക്ക് അത് വളരെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ മല്ലിയിലയും കുറച്ച് പുതിനയും, കൂടുതൽ മല്ലിയിലയാണ്, പുതിന കുറച്ചും. പഴയ കാലത്ത് ഉമ്മ ഉപയോഗിക്കുന്നത് വേപ്പില തന്നെയാണ്. അതെനിക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ വേണ്ടത് തക്കാളി ഒരു 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ചോറ് തയ്യാറാക്കുമ്പോൾ വേണ്ട ഗ്രാമ്പൂ 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 2-3 പീസ് പട്ട, എല്ലാം ഇവിടെ 2-3-4 ഗ്രാമ്പു ഞാൻ എടുത്തിട്ടുണ്ട്. പെപ്പറും ചേർക്കാം. പെപ്പറും എടുത്തിട്ടുണ്ട്. 5-6 പെപ്പറും ഇതിൽ ആഡ് ചെയ്യണം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ. ഫ്രഷ് തേങ്ങയുടെ ഒരു 1.5 ഫ്രഷ് തേങ്ങയുടെ ഒരു 5 കപ്പ് താഴെ ആണ് ഞാൻ പാലെടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ മഞ്ഞൾ 1/2 ടീസ്പൂൺ മഞ്ഞളും 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് അരച്ച് എടുത്ത് വെച്ചതാണ് ആ തേങ്ങാപ്പാൽ. അരി 3-3.5 കപ്പ് ഉണ്ട്. 3.5 കപ്പുണ്ട് ഈ അരി. ഇനി നമുക്ക് ഇതിൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഒരു കുക്കറിലാണ് ഇറച്ചിച്ചോറിനുള്ള മസാല തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി കുക്കർ അടുപ്പിൽ വെച്ചു. ഞാൻ വെളിച്ചെണ്ണ പറയാൻ വിട്ടുപോയതാണ്. ഒരു 4-4.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം ഈ ഒരു മസാല തയ്യാറാക്കാൻ. പിന്നെ മഞ്ഞളും 3/4 ടീസ്പൂണോളം മഞ്ഞളും ഈ ഒരു മസാലയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതും ഞാൻ നേരത്തെ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ഈ ഒരു സവാള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് തന്നെ എല്ലാം ചേർത്ത് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ നിങ്ങൾ എയർ ഫ്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യം സവാള പിന്നെ ഉള്ളി, ആ ഒരു ക്രമത്തിൽ വേണം ചെയ്യാൻ. ഇതിപ്പോൾ രണ്ടും ഏതാണ്ട് വാടിയത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ രീതിയിലാണ് ചെയ്യുന്നത്. എയർ ഫ്രയർ ഉള്ളവർ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം സവാള പിന്നെ ഉള്ളി, പച്ചമുളക്. ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തതാണ്, ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തതാണ് ഉള്ളിയും പച്ചമുളകും. എണ്ണ കൂടുതൽ ആവശ്യമുള്ളവർക്ക് എണ്ണ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതൊരുവിധം വാടിയത് കൊണ്ട് ഇത് ഞാൻ വഴറ്റിയിട്ടില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അതൊന്ന് ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മൾ കറിയൊക്കെ വെക്കുന്ന അതേ പാകത്തിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. സവാള, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നന്നായി വാടി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ നന്നായി പോയി നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിട്ട് നന്നായി ഒന്ന് മൂത്തതിന് ശേഷം വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ. ഈ ഒരു മുളകിൻ്റെയും
മഞ്ഞളിൻ്റെയും മല്ലിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് പോയി നന്നായിട്ട് വറന്ന് വരണം. ഞാനൊരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കറായതുകൊണ്ട് കുറച്ച് എണ്ണ വേണം ഇതിന്. നോൺ സ്റ്റിക്കിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എണ്ണ ആവശ്യമില്ല. അപ്പോൾ ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഒരുവിധം ഇതായി വന്നിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് രണ്ടിങ്ങനെ ഇതാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ഇറച്ചിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേണ്ടാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റേ കോക്കനട്ട് പൗഡർ ഉണ്ടല്ലോ, അതും ചേർത്തത് കഴുകി വെച്ച അരിയാണ് ഇട്ട് കൊടുക്കുക. ബോയിൽഡ് റൈസ് കൊണ്ടാണ് തേങ്ങാച്ചോറും ഇറച്ചിച്ചോറും എല്ലാം തയ്യാറാക്കുന്നത്. ഇത് ഫുള്ള് വേകരുത്. ഞാൻ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് വരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ തന്നെ കാണിക്കുന്നത്. ഇത് സാധാരണ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ, ബിരിയാണി പാത്രത്തിൽ വെച്ചും ഈ ഒരു ഇറച്ചിച്ചോറ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതെനിക്ക് കറക്റ്റ് അളവ് അറിയാം. 2-3 വിസിൽ വന്നാൽ മതിയാവും. കാരണം മുഴുവൻ വേകരുത്. ബാക്കി നമുക്ക് ആ ഒരു ഇറച്ചി മസാലയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും വേവിക്കേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം വേവിക്കുന്നുള്ളൂ. ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 വിസിൽ കഴിഞ്ഞ് ഓഫ് ചെയ്ത് അടച്ചു മൂടി വെക്കരുത്. ഉടനെ ഞാൻ ആവി കളഞ്ഞ് എടുത്തിട്ടാണ് ആ ഒരു ഇറച്ചി മസാല ചേർക്കാൻ പോകുന്നത്. 4 വിസിൽ വന്നു. നമുക്ക് ആ ഒരു ചോറ് റെഡിയായോന്ന് നോക്കാം. കുറച്ച് ഞാൻ ആവി കളഞ്ഞിട്ടാണ് എടുത്തത്. കാരണം ഇനിയും നമുക്ക് വെള്ളം, അതിലുള്ള മസാലയിലുള്ള വെള്ളം ചേർത്ത് ലാസ്റ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അധികം വെന്തിട്ടില്ല. അപ്പോൾ ആ ഒരു വെള്ളവും മസാലയും കൂടി ചേരുമ്പോൾ നന്നായിട്ട് വെന്ത് കറക്റ്റായിട്ട് വരുന്നതാണ്. നമുക്ക് ആ ഒരു മസാലയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഇറച്ചിച്ചോറിൻ്റെ ലാസ്റ്റ് ഇതിലോട്ടെത്തി. ഞങ്ങൾ ലാസ്റ്റ് പ്രൊസീജിയറാണ് ഈ നടക്കുന്നത്. ഇപ്പോൾ എല്ലാം നല്ലോണം ചേർത്ത്, സാധാരണ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇത് കുക്കറായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് വെള്ളമൊക്കെ ചേർത്തത്. അപ്പോൾ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് നന്നായാലേ ഈ ഒരു ഇറച്ചിച്ചോറ് നന്നാവുള്ളൂ. നന്നായിട്ട് ഇത് ചോറിൽ ഈ മസാല കംപ്ലീറ്റ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം അടുപ്പ് ഓൺ ചെയ്യാൻ. ഇങ്ങനെ വെച്ചിട്ട് ഇനി ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ചതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1-2 വിസിലും കൂടി വന്നാൽ മതിയാവും.
ഇറച്ചിച്ചോറ് ഇവിടെ എല്ലാം നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റി അടിയൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ തീ കുറച്ചാണ് വെച്ചിരുന്നത്. അങ്ങനെ ഉമ്മാടെ സ്പെഷ്യൽ ഇറച്ചിച്ചോറ്, കൊച്ചി സ്റ്റൈല് ഇറച്ചിച്ചോറ് ഇവിടെ ചൂടോടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചാനൽ നിങ്ങൾക്ക് പോയി കണ്ടാൽ അതിൽ പുളിങ്കറിയുടെ റെസിപ്പി ഉണ്ട്. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. പിന്നെ തൈരും സവാള, പച്ചമുളകും, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ അതൊക്കെ ഇട്ട് ഒരു കച്ചമ്പറ് പോലെ തയ്യാറാക്കിയാലും ഇതിന് നല്ലതാണ്, ടേസ്റ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവും ആ പാലിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ കുക്കറിൽ തന്നെ ചെയ്തെടുക്കാം. എളുപ്പമാണിത്, വളരെ എളുപ്പമാണ്. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടാണ് പറയുന്നത്. ഓക്കെ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. പ്രസ് ദാറ്റ് ബെൽ ഐക്കൺ ഓൾസോ. താങ്ക് യു വെരി മച്ച്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.